രാജ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ ബി.ജെ.പിയെ കൈവിട്ട യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. അതായത് ദക്ഷിണേന്ത്യയിലെ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുറപ്പിക്കാൻ ബി.ജെ.പി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രവചനവുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രംഗത്ത് വന്നിരിക്കുന്നു. 131 സീറ്റുകളുള്ള ദക്ഷിണേന്ത്യ മേഖലയിൽ നിന്നും ബി.ജെ.പിക്ക് വെറും 15 സീറ്റ് മാത്രമേ കിട്ടൂവെന്ന് രേവന്ത് റെഡ്ഡി ഉറപ്പിച്ചിരിക്കുന്നു. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടുന്നതാണ് ദക്ഷിണേന്ത്യ. ആ ദക്ഷിണേന്ത്യയിലാകെ 131 സീറ്റുകളാണുള്ളത്. അതിനുള്ളിലെ കണക്കുകൾ വളരെ വ്യക്തമായി പരിശോധിച്ച ശേഷം NDTVയോട് രേവന്ത് റെഡ്ഡി പങ്കുവച്ച കണക്ക് പ്രകാരം 12 മുതൽ 15 സീറ്റ് വരെ മാത്രമേ ബി.ജെ.പിക്ക് ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ളവയിൽ ഇന്ത്യ സഖ്യം വിജയം നേടുമെന്ന് റെഡ്ഡി ഉറപ്പിച്ചു പറയുന്നു. ഉത്തരേന്ത്യയും ഹിന്ദി ഹൃദയഭൂമിയും ബി.ജെ.പിക്ക് ഇനി ഒന്നും ചെയ്യാനില്ലെന്നും സീറ്റുകൾ കൂടാനില്ലെന്നും മനസ്സിലാക്കിയ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയെയാണ് ലക്ഷ്യം വെച്ചത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാനാണ് ബി.ജെ.പി അങ്ങനെ നോക്കിയത്. പക്ഷേ ആ നീക്കം 8 നിലയിൽ പൊട്ടി. കേരളവും തമിഴ്നാടും ലക്ഷ്യമിട്ടാണ് മോദി ഏറെ പണിയെടുത്തത്. എന്നാൽ ലെവലേശം പോലും അത് അനങ്ങിയിട്ടില്ല. ഇരു സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി മോദി നിരവധി തവണ സന്ദർശനം നടത്തി അതിൻ്റെ പേരിൽ. എന്നാൽ അതിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും അതുപോലെ ലക്ഷദ്വീപിലെയും ഒരു സീറ്റും ഒഴിയാതെ മുഴുവൻ സീറ്റുകളിലും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് ഉറപ്പാണ്. അതിലൊരു സംശയവുമില്ല. അപ്പോൾ തന്നെ 61 സീറ്റുകൾ ഉറപ്പായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം ഇത്തവണ ബി.ജെ.പിക്ക് കെട്ടിവെച്ച കാശ് പോലും ലഭിക്കില്ല എന്നും രേവന്ത് റെഡ്ഡി പറയുന്നുണ്ട്. അതുപോലെ രേവന്തിൻ്റെ സ്വന്തം തെലങ്കാനയിൽ ആകെയുള്ളത് 17 സീറ്റുകളാണ്. 14 മുതൽ 17 സീറ്റ് വരെയും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നും അദ്ദേഹം ഉറപ്പിക്കുന്നു. മാത്രമല്ല, തെലങ്കാനയിൽ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആകെയുള്ള 17ൽ 15ഓളം സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് അതിലെ പ്രവചനം. ബി.ജെ.പിക്ക് പരമാവധി 2 സീറ്റ് ലഭിച്ചെങ്കിൽ ഭാഗ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ BRSന്റെ പ്രകടനം വളരെ മോശമായിരിക്കുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് തന്നെ 76ഓളം സീറ്റുകളായി കഴിഞ്ഞു. ഇനിയുള്ളത് കർണാടകയാണ്. അവിടെ ആകെയുള്ള 28 സീറ്റുകളിൽ 20ഉം നേടുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും 17 സീറ്റുകളാണ് പല സർവേകളും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ രേവന്ത് റെഡ്ഡി പറയുന്നത് പ്രകാരം 93 സീറ്റുകൾ കോൺഗ്രസിനല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെ ലഭിക്കാൻ പോവുകയാണ്. പിന്നീട് ആന്ധ്രാപ്രദേശ് മാത്രമാണുള്ളത്. ആകെയുള്ള 25ഓളം സീറ്റുകൾ അതിൽ ബി.ജെ.പി TDP സഖ്യത്തിന് 6 സീറ്റുകളോ 5 സീറ്റുകളോ ലഭിച്ചാൽ ഭാഗ്യമെന്ന് പറയുമ്പോൾ അത് ശരിവെച്ചുകൊണ്ട് തന്നെ രേവന്ത് റെഡ്ഡിയും പറയുന്നു, ആ സഖ്യത്തിൽ 1-2 സീറ്റ് ബി.ജെ.പിക്ക് ലഭിക്കാം. അങ്ങനെയുള്ള 131 സീറ്റുകളിൽ 15 സീറ്റുകളിൽ ഒതുങ്ങാൻ പോവുകയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി.ജെ.പി. ഇത് കണക്കുകൾ പറയുന്ന സത്യമാണ്. നമുക്കറിയാം, ഇന്ത്യ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ കൃത്യമായി കണക്കുകൾ കൂട്ടി തന്നെ മുന്നേറുന്ന നേതാവാണ് രേവന്ത് റെഡ്ഡി. അദ്ദേഹം തെലങ്കാന പിടിച്ചെടുത്തതും ആ കണക്കുകൾ കൊണ്ട് തന്നെയാണ്. എല്ലായിടത്തു നിന്നും ശേഖരിച്ചെടുത്ത കണക്കുകളാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടത്. അതിലാണ് ബി.ജെ.പി 131 സീറ്റുകളിൽ വെറും 15 സീറ്റിൽ ഒതുങ്ങുമെന്ന് രേവന്ത് റെഡ്ഡി കണ്ടെത്തിയിരിക്കുന്നത്.